കുവൈറ്റിൽ വാഹനാപകടത്തിൽ 7 ഇന്ത്യക്കാർ മരിച്ചു എന്നുള്ള മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ മാസമാണ് കുവൈറ്റിൽ തീപിടുത്തത്തിൽ നിരവധി മലയാളികളടക്കം ഇന്ത്യക്കാർ മരിച്ചത്. അതിന് പിന്നാലെയാണ് അതിന്റെ നടുക്കം മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ ഒരു വാഹനാപകടത്തിൽ അവിടെ 7 ഇന്ത്യക്കാർ മരിച്ചിരിക്കുന്നത്. അതിൽ 2 മലയാളികളടക്കം 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്, ബീഹാർ സ്വദേശികളാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം. കുവൈറ്റിൽ സെൻവന്തർ റിംഗ് റോഡിലാണ് ഈ ഒരു അപകടം രാവിലെ സംഭവിച്ചിരിക്കുന്നത്. മരിച്ചവരും പരിക്കേറ്റവരുമെല്ലാം ഒരു കമ്പനിയിലെ തൊഴിലാളികളാണ്. റോഡിലെ ബൈപ്പാസ് പാലത്തിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു. ഒരു പ്രാദേശിക കമ്പനിയിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. ജീവനക്കാർ സഞ്ചരിച്ച ബസ് അബ്ദുള്ള അൽ മുബാറക് പ്രദേശത്തിന് എതിർവശത്തുള്ള യു ടേൺ ബ്രിഡ്ജിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം അറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ അടിയന്തര രക്ഷാപ്രവർത്തക സംഘം പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി. അപകടത്തിന് കാരണം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുൻപും ഇത്തരത്തിൽ കുവൈറ്റിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഫർവാനിയ ബ്ലോക്ക് 4 കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. 5 പേർ മരിച്ചതായിട്ടാണ് അന്ന് വാർത്തകൾ വന്നത്. നിരവധി പേർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. സിറിയൻ പൗരന്മാരാണ് മരണമടഞ്ഞത്. ഇതിപ്പോൾ അടുത്തടുത്തായിട്ട് നിരവധി വാർത്തകളാണ്, അപകട മരണങ്ങളാണ് കുവൈറ്റിൽ നിന്നും കേൾക്കുന്നത്. അതും നിരവധി പ്രവാസികൾ അവിടെ കുവൈറ്റിലുണ്ട്. അപ്പോൾ ഈ മരണപ്പെടുന്നതിൽ അധികവും അവിടുത്തെ പൗരന്മാരല്ല, അധികവും ഇന്ത്യക്കാരാണ്. അതിൽ മലയാളികളുടെ എണ്ണവും വളരെയധികം കൂടുതലാണ്. കഴിഞ്ഞ ജൂൺ 12-നായിരുന്നു മഗഫിലെ മലയാളി വ്യവസായി കൂടിയായിട്ടുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ ഏകദേശം മലയാളികൾ ഉൾപ്പെടെ 49ഓളം പേർ മരിച്ചത്. നിരവധി പേർക്ക് അന്നത്തെ തീപിടുത്തത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും തീപിടുത്തത്തിൽ പൊള്ളലേറ്റും പുക ശ്വസിച്ചും രക്ഷപ്പെടാനായി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതിനെ തുടർന്നും എല്ലാം മരിച്ചിട്ടുണ്ടായിരുന്നു. കൈകാലുകൾ പൊട്ടിയും മറ്റും ചികിത്സയിൽ ഇപ്പോഴും കഴിയുന്നവരും നിരവധി പേരാണ്. എല്ലാവരും സുഖം പ്രാപിച്ചു വരുന്നതായി അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കെട്ടിടത്തിൽ ഏകദേശം 196 കുടിയേറ്റ തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. അവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു. മരിച്ച മറ്റ് 3 പേർ ഫിലിപ്പീനുകളാണ്. ഇരകളിൽ ഒരാളുടെ ഐഡന്റിറ്റി ഇതുവരെ സ്ഥിരീകരിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് നാട്ടിലെത്തിച്ചത്. മൃതദേഹം ഏറ്റുവാങ്ങാനായിട്ട് മുഖ്യമന്ത്രി അടക്കം ഉള്ള MP-മാരും MLA-മാരും എല്ലാവരും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച കേരളത്തിന്റെ കണ്ണ് നനയിപ്പിക്കുന്നതായിരുന്നു. അതിനുശേഷം എല്ലാവരുടെയും മൃതദേഹങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാവരുടെയും ചടങ്ങുകൾക്ക് ശേഷമാണ് സംസ്കരിച്ചത്. സംഭവത്തെ ദേശീയ ദുരന്തം എന്നാണ് കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. ആ ഒരു നടുക്കമൊക്കെ മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ വീണ്ടും കുവൈറ്റിൽ നിന്ന് മറ്റൊരു അപകട വാർത്ത വരുന്നത്.